തലപതി 69 KVN പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ എച്ച് വിനോദ് തിരക്കഥെഴുതി സംവിധാനം ചെയ്യുന്ന സിനിമയാണ് തലപതി 69. എനിക്ക് തോന്നുന്നു വിജയ് ആരാധകർ ഇത്രയും അക്ഷമയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയുടെ അപ്ഡേറ്റ് വേറെ ഉണ്ടാവത്തില്ല. അതിന് കാരണം ഇതിനോടകം തന്നെ വിജയുടെ അവസാന ചിത്രമാണ് ഇതെന്ന് മുന്നമേ താരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഈ സിനിമയ്ക്ക് ശേഷം സജീവമായി രാഷ്ട്രീയത്തിൽ ഇറങ്ങുകയാണെന്നും ഇത്രയും നാളും തന്നെ സപ്പോർട്ട് ചെയ്ത മക്കൾക്ക് വേണ്ടി ഇനിയുള്ള ജീവിതം മാറ്റിവെക്കും എന്ന് ഇതിനോടകം തന്നെ താരം പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ആയതുകൊണ്ട് തന്നെ വിജയ് ആരാധകർക്ക് ഈ സിനിമ വളരെ സ്പെഷ്യലാണ്. അതുകൊണ്ട് തന്നെ ഓരോ അപ്ഡേറ്റിനും വേണ്ടി കാത്തിരിക്കുകയാണ് ആരാധകർ. ഇപ്പോൾ ഈ സിനിമയുടെ അണിയറ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഒരു അപ്ഡേറ്റ് അവർ പറഞ്ഞിട്ടുണ്ട്. അത് വേറൊന്നുമല്ല, ചിത്രത്തിന്റെ ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഡിസംബർ മാസം 31-ാം തീയതി രാത്രി 12 മണിക്ക്, അതായത് ന്യൂ ഇയറിനോടനുബന്ധിച്ച് ടൈറ്റിലും ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ഇറക്കുമെന്നാണ് അണിയറ പ്രവർത്തകർ പറഞ്ഞിരിക്കുന്നത്. തലപതി വിജയോടൊപ്പം മറ്റ് കാസ്റ്റുകൾ എന്ന് പറയുന്നത് ബോബി ഡിയോളും പൂജ ഹെഡ്ജുമാണ്. മ്യൂസിക് റോക്ക് സ്റ്റാർ അനിരുദ്ധ്. നമുക്കറിയാം, ഇതിനു മുന്നേ തലപതി 69 ഒരു പോസ്റ്റർ ഇറക്കിയിരുന്നു. ഈ പ്രൊജക്ടിന്റെ ഭാഗമായിട്ട് അവരിറക്കിയ പോസ്റ്റർ നമുക്ക് കാണാൻ സാധിക്കുമായിരുന്നു. ഒരു കത്തിയ തീപ്പന്തം കയ്യിലേന്തിയ ഒരു പോസ്റ്റർ ആയിരുന്നു ഇതിനു മുന്നേ വന്നിരുന്നത്. ആയതിനാൽ ഇതൊരു പൊളിറ്റിക്കൽ ത്രില്ലറാണ് എന്ന് പലരും പറയുണ്ടായി. എന്നാൽ ഇനി എന്താണ് സിനിമയുടെ ജോണർ എന്നും എന്താണ് ഈ സിനിമയെ സംബന്ധിച്ചുള്ള ഒരു ബേസിക് ധാരണ എന്തായിരിക്കും എന്നുള്ളത് നമുക്ക് ഈ മാസം 31-ാം തീയതി തന്നെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ എല്ലാവരും അക്ഷമയോട് തന്നെ കാത്തിരിക്കുക. എന്താണ് തലപതി വിജയുടെ അവസാന ചിത്രത്തിൽ അദ്ദേഹം പറയാൻ പോകുന്നത് എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം. കങ്കുവ നടിപ്പിൻ നായകൻ സൂര്യയുടെ ബിഗ് ബഡ്ജറ്റ് ആക്ഷൻ ചിത്രമാണ് കങ്കുവ. എന്നാൽ ഡിസംബർ 8 മുതൽ, അതായത് ഇന്ന് അർദ്ധരാത്രി മുതൽ കങ്കുവ OTT പ്ലാറ്റ്ഫോമിൽ സ്ട്രീമിംഗ് തുടങ്ങുകയാണ്. ശിവയുടെ സംവിധാനത്തിൽ പീരീഡ് ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ പെടുന്ന ചിത്രം ഡിസംബർ 8 മുതൽ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുമെന്ന് അണിയറ പ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നവംബർ 14-നായിരുന്നു സിനിമ തിയേറ്ററുകളിൽ എത്തിയിരുന്നത്. നവംബർ 14-നായിരുന്നു സിനിമ തിയേറ്ററിൽ റിലീസ് ചെയ്തത്. ഇതിനോടകം തന്നെ 38 ഭാഷകളിലായി സിനിമ തിയേറ്ററുകളിൽ റിലീസ് ചെയ്തിരുന്നു. ഇതിനോടകം കങ്കുവയ്ക്ക് വന്ന റിപ്പോർട്ട് റിവ്യൂസ് ഒക്കെ എല്ലാവരും കണ്ടതാണ്. സിനിമ അതുപോലെ തന്നെ തിയേറ്ററിൽ ഭയങ്കര ഒച്ചപ്പാടായിരുന്നു, സൗണ്ട് കൂടുതലാണ്, എങ്ങനെയുള്ള പരാതികളൊക്കെ ഉണ്ടായിരുന്നു. എന്നാൽ OTT-യിലേക്ക് വരുമ്പോൾ ഇതിന് കട്ട്സ് ഉണ്ടാവില്ല എന്ന് അണിയറ പ്രവർത്തകർ പറയുന്നുണ്ട്. സൗണ്ട് വോളിയം എങ്ങനെയാണ് എന്നുള്ളത് നമുക്ക് ഇന്ന് രാത്രി തന്നെ അറിയാൻ പറ്റും. തമിഴ്, തെലുങ്ക്, മലയാളം, കന്നഡ ഭാഷകളിൽ ചിത്രം ലഭ്യമാണ്. നമുക്ക് എന്തായാലും മലയാളം കാണാം. അപ്പോൾ ഇനി മലയാളം ഡബിൽ എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നുള്ളത് നമുക്ക് ഇന്ന് ഏകദേശം രാത്രി മീമുകളിലൂടെയൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ കങ്കുവയുടെ ടോട്ടൽ കളക്ഷൻ അവർ പുറത്തു വിട്ടിട്ടില്ല. പുറത്തു വിട്ടത് തന്നെ നമുക്ക് അത് വിശ്വസനീയമായ ഒരു സോഴ്സിൽ നിന്നല്ല വന്നത്. 350 കോടി ബഡ്ജറ്റിൽ ഒരുക്കിയ ചിത്രം തിയേറ്ററിൽ നിന്ന് പ്രതീക്ഷിച്ച വരുമാനം നേടിയില്ല എന്നുള്ളത് വളരെ സത്യമായിട്ടുള്ള കാര്യമാണ്. സാമൂഹ്യ മാധ്യമങ്ങളിൽ നിരവധി വിമർശനങ്ങളും ട്രോളുകളും കങ്കുവ നേരിട്ടു. ഇതിനിടയിൽ ചിത്രത്തിന്റെ HD പ്രിന്റ് ഓൺലൈനിൽ ചോർന്നതും നിർമ്മാതാക്കൾക്ക് വലിയ തലവേദനയായി മാറിയിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിജീവിച്ചിട്ടാണ് സൂര്യയുടെ കങ്കുവ ഇന്ന് അർദ്ധരാത്രി മുതൽ ആമസോൺ പ്രൈമിലൂടെ സ്ട്രീമിംഗ് ആരംഭിക്കുന്നത്. അപ്പോൾ OTT മീമുകളിലൂടെ ഇനി കങ്കുവ ഭരിക്കുമോ എന്നുള്ളത് ഇന്ന് തന്നെ കണ്ടറിയാം. പുഷ്പ 2 ഈ വർഷം ഇറങ്ങിയതിൽ അവസാനത്തെ ബിഗ് ടിക്കറ്റ് സിനിമയായിരുന്നു പുഷ്പ 2 ദ റൂള്. സുകുമാർ, അല്ലു അർജുൻ കൂട്ടുകെട്ടി വന്ന പുഷ്പ 2 ദ റൂള് ഇപ്പോൾ തിയേറ്ററുകൾ ശരിക്കും പറഞ്ഞാൽ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും സിനിമയുടെ കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഏകദേശം ഓൾ ഓവർ 321 കോടി രൂപ പുഷ്പ 2 2 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുകയാണ്. തീർന്നില്ല, പുഷ്പ 3യും അവർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എന്തരാവോ എന്തോ, അതൊക്കെ നമുക്ക് കണ്ടറിയാം. ഇനി പറയാനുള്ളത് മറ്റൊരു വാർത്തയാണ്. കഴിഞ്ഞ വർഷം റിലീസായ തമിഴ് സിനിമയിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ചിത്രമായിരുന്നു ലോകേഷ് കനകരാജിന്റെ സംവിധാനത്തിൽ തലപതി വിജയ് നായകനായെത്തിയ ലിയോ എന്ന് പറയുന്ന സൂപ്പർ ഹിറ്റ് സിനിമ. എന്നാൽ ഈ ലിയോയെ സംബന്ധിച്ച് ഒരു സുപ്രധാന വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. ലിയോയുടെ തന്നെ തിരക്കഥാകൃത്തായ രത്നകുമാർ എന്ന് പറയുന്ന ആള്, രത്നകുമാർ ഇപ്പോൾ ഒരു വെളിപ്പെടുത്തലുമായി വന്നിരിക്കുകയാണ്. മറ്റൊന്നുമല്ല, ലിയോ സിനിമയുടെ കഥ ആദ്യമേ തന്നെ ലോകേഷിന്റെ പക്കലുണ്ടായിരുന്നു. വിജയ് വന്നതിന് ശേഷമാണ് ആ സിനിമ LCUവിലേക്ക് എത്തിയതെന്നും രത്നകുമാർ പറയുന്നു. വിജയ് സാറിന്റെ നിർബന്ധപ്രകാരമാണ് ഈ പ്രോജക്റ്റ് LCUവിലേക്ക് ആഡ് ചെയ്തത്. എന്നാൽ LCUവിലേക്ക് വന്നതിന് ശേഷമാണ് ലിയോയിൽ മാരിയൻ ജോർജിന്റെ കഥാപാത്രവും അതുപോലെ കമലഹാസന്റെ വോയിസ് ഓവറും ലാസ്റ്റ് കൂട്ടിച്ചേർത്തതാണെന്ന് പറയുന്നു. സൂര്യ 44 ഈ സിനിമയെ പറ്റി പറയാതെ നമ്മുടെ ഒരു അപ്ഡേറ്റ് കംപ്ലീറ്റ് ആവത്തില്ല. കാരണം പേഴ്സണലി ഞാൻ ഒരുപാട് കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് സൂര്യ 44 എന്ന് പറയുന്ന സിനിമ. അതിന്റെ ഫിലിമിംഗ് ഏകദേശം ഷൂട്ടിംഗ് കഴിഞ്ഞിരിക്കുകയാണ്. അതിന് കാരണം മറ്റൊന്നുമല്ല, എൻ്റെ 2 പ്രിയപ്പെട്ട ആളുകളാണ്. ഒന്ന് നടിപ്പിൻ നായകനും 2 കാർത്തിക് സുബ്രായ എന്ന ഒരു സൂപ്പർ ഹിറ്റ് ഡയറക്ടർ. അപ്പോൾ ഈ സിനിമയെ സംബന്ധിച്ചുള്ള അപ്ഡേറ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഷൂട്ടിംഗ് ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. 2024 ഒക്ടോബർ മാസത്തോടുകൂടി ഈ സിനിമയുടെ ഷൂട്ടിംഗ് ചെന്നൈയിലും ഇടുക്കിയിലും അതുപോലെ ഊട്ടിയിലും ആയിട്ട് ഈ സിനിമയുടെ ഷൂട്ടിംഗ് പൂർത്തീകരിച്ച് കഴിഞ്ഞു. നമുക്കറിയാം, ഈ സിനിമയുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് ആൻഡമാൻ ആയിരുന്നു. അവിടുത്തെ ഷൂട്ടിംഗ് ഒക്കെ ഷെഡ്യൂൾ കഴിഞ്ഞിരുന്നു. ഇനി ഈ സിനിമയുടെ റിലീസ് ഡേറ്റിനെ സംബന്ധിച്ച് ഒരു അപ്ഡേറ്റ് വരുമെന്നാണ് പറയാൻ സാധിക്കുന്നത്. അത് ഡിസംബർ 31-ാം തീയതി ന്യൂ ഇയറിനോടനുബന്ധിച്ച് വരും എന്ന് പറയുന്നു. കാർത്തിക് സുബ്രാജ് ഇതിനെപ്പറ്റി വിശദീകരണം കൊടുത്തിട്ടില്ല. എങ്കിൽ പോലും ഈ സിനിമയുടെ അപ്ഡേറ്റ് നമുക്ക് പ്രതീക്ഷിക്കാം.
ഈ സിനിമയുടെ റിലീസ് 2025 ഏപ്രിലാണെന്ന് ഇതിന് മുന്നമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കുകൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. നമുക്കറിയാം ഈ സിനിമയിൽ സൂര്യയുടെ കൂടെ പൂജ ഹെഡ്ജ്, ജയറാം, ജോജു ജോർജ്, പ്രകാശ് രാജ് അങ്ങനെ ഒരുപാട് താരനിരകൾ അണിനിരക്കുന്നുണ്ട്. മ്യൂസിക് കമ്പോസ് ചെയ്തിരിക്കുന്നത് കാർത്തിക് സുബ്രായൻ്റെ തന്നെ ഫേവറേറ്റ് മ്യൂസിക് ഡയറക്ടറായ സന്തോഷ് നാരായണനാണ്. സിനിമാറ്റോഗ്രാഫി ശ്രേയസ് കൃഷ്ണയാണ് ഹാൻഡിൽ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം സൂര്യ എന്ന നടന് ഈ സിനിമയായിട്ട് ബന്ധപ്പെട്ടൊരു ഹെഡ് ഇഞ്ചുറി ഉണ്ടായത് വരെ നമുക്കറിയാമായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്താണ് ഈ സിനിമ തിയേറ്ററിൽ എത്താൻ പോകുന്നത്. വൻ പ്രതീക്ഷയുള്ളൊരു സിനിമയാണ്. പേഴ്സണലി ഞാൻ കാത്തിരിക്കുന്ന സിനിമകളിൽ ഏറ്റവും മുൻപന്തിയിലുള്ളൊരു സിനിമയാണ് സൂര്യ 44. അപ്പോൾ ഈ സിനിമയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. നമുക്ക് എല്ലാവർക്കും ഒരു ഇഷ്ടപ്പെട്ട തിയേറ്റർ എക്സ്പീരിയൻസ് ഉണ്ടാവും. അതുപോലെ തന്നെ എല്ലാ സംവിധായകർക്കും അവരുടെ പേഴ്സണൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് അവർക്കും ഉണ്ടാകും. ഇന്നിപ്പോൾ ഇത് പറയാൻ കാരണം നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട സംവിധായകൻ ലോകേഷ് കനകരാജ് തൻ്റെ മറക്കാനാവാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസിനെ പറ്റി സംസാരിക്കുകയായിരുന്നു. തമിഴിലെ ഏറ്റവും ബ്രാൻഡായ ഒരു ഡയറക്ടറാണ് ലോകേഷ് കനകരാജ്. 2017 റിലീസായ മാനഗരം ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ആദ്യ ചിത്രം. ഇപ്പോൾ തനിക്ക് മറക്കാൻ പറ്റാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന സിനിമ ഏതാണെന്ന് പറയുകയാണ് ശ്രീ ലോകേഷ് കനകരാജ്. വിജയുടെ ഗില്ലി എന്ന സിനിമയെക്കുറിച്ചായിരുന്നു സംവിധായകൻ പറഞ്ഞു വന്നത്. ആ സിനിമ ഇറങ്ങുമ്പോൾ താൻ കോളേജിൽ പഠിക്കുമായിരുന്നു എന്ന് ലോകേഷ് പറയുന്നു. ഗില്ലി താൻ കോയമ്പത്തൂരിലെ തിയേറ്ററിൽ വെച്ച് 5 പ്രാവശ്യത്തോളം കണ്ടിട്ടുണ്ടെന്നും മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആ സിനിമ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്ത്യ ഗിഡ്സ് നൽകിയ അഭിമുഖത്തിലായിരുന്നു ലോകേഷ് ഇത് പറഞ്ഞത്. എനിക്ക് മറക്കാൻ പറ്റാത്ത തിയേറ്റർ എക്സ്പീരിയൻസ് എന്ന സിനിമയായിരുന്നു ഗില്ലി. ആ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ കോളേജിൽ സെക്കൻഡ് ഇയറിന് പഠിക്കുകയായിരുന്നു. ഗില്ലി കാണുമ്പോൾ തന്നെ ഒരു അഡ്രിനാലിൻ പമ്പ് ലഭിക്കുന്ന എനർജി ആയിരുന്നു. അന്ന് മുഴുവൻ ക്ലാസ്സും കോളേജിൽ ഉണ്ടായിരുന്നില്ല, പകരം അവരൊക്കെ തിയേറ്ററിലായിരുന്നു ഉണ്ടായിരുന്നത്. ഗില്ലി ഞാൻ കോയമ്പത്തൂരിലെ തിയേറ്ററിൽ വെച്ച് ഒരു 5 പ്രാവശ്യമെങ്കിലും മിനിമം കണ്ടിട്ടുണ്ടാവും. മറക്കാൻ പറ്റാത്ത എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ലോകേഷ് കനകരാജിന് ഗില്ലി സമ്മാനിച്ചത്. ഇതേ ഗില്ലിയുടെ ഒരു സോങ് മാസ്റ്റർ എന്ന സിനിമയിൽ ലോകേഷ് റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്.